കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ട് പരിശോധന ശക്തമാക്കി. ഇരട്ട വോട്ടുകൾ നീക്കും. ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനായി റവന്യൂ വകുപ്പ് വോട്ടർമാരുടെ ഹിയറിംഗ് നടത്തി. ഹിയറിംഗിന് ഹാജരായവരിൽ 30ഓളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ സമ്മതപത്രം നൽകി. അതേസമയം വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടി വേഗത്തിൽ ഉണ്ടാകില്ല. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 എന്നീ വാർഡുകളിലെ 211 പേർക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇരട്ട വോട്ട് സംബന്ധിച്ച് പരാതി ഉയർന്നത്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ കണ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗിൽ 115 പേർ നേരിട്ട് ഹാജരായി. ഇവരിൽ നിന്നും എവിടെ വോട്ട് രേഖപ്പെടുത്താനാണ് താൽപര്യമെന്ന സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. 85ഓളം പേർ കേരളത്തിലെ വോട്ട് നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഹാജരാകാത്തവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസം ഉള്ളവരോ മരിച്ചവരോ ആണെന്നാണ് നിഗമനം. നോട്ടീസ് കൈപ്പറ്റിയവർ ഹാജരാകാത്തത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് പരിശോധന നടത്തും. മുൻപ് തമിഴ്നാട്ടിൽ കഴിഞ്ഞവരും വിവാഹശേഷം ഇടുക്കിയിലേക്ക് വന്നവരും 2 സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഹിയറിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. തുടർന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടും. ഇത് ഇടുക്കിയിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കും. ഇതിനുശേഷമാവും ഇരട്ട വോട്ടുകളിൽ ഒന്ന് നീക്കം ചെയ്യുക. ഇടുക്കിയിലെ തമിഴ് ഭൂരിപക്ഷ തോട്ടം മേഖലയിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന സംശയം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.